നമസ്കാരം. കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിലേറെയായി മമതാ ബാനർജിയുടെയും തൃണമൂൽ കോൺഗ്രസിന്റെയും രാഷ്ട്രീയ വിജയത്തിന് നിർണായകമായ ഒരു ഘടകമുണ്ടായിരുന്നു. അത് വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ്. തൃണമൂൽ കോൺഗ്രസിന്റെ അടിത്തറ ഇപ്പോൾ ഇളകിയിരിക്കുന്നു. മമതാ ബാനർജിയുടെ വോട്ട് ബാങ്ക് തകരുന്നു. അടുത്ത തെരഞ്ഞെടുപ്പിൽ മമത ശക്തമായ വെല്ലുവിളിയാണ് നേരിടാൻ പോകുന്നത്. വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിനായി മമത സർക്കാർ ഒളിപ്പിച്ചു വെച്ച ദുരൂഹതകൾ അതിർത്തിയിൽ തുറന്നു കാട്ടപ്പെട്ടിരിക്കുന്നു. മമതയുടെ വോട്ട് ബാങ്ക് രാഷ്ട്രീയം തുറന്നു കാട്ടാൻ മറ്റെവിടെയും പോകേണ്ട, അതിർത്തികളിലേക്ക് ഒന്ന് നോക്കിയാൽ മതിയെന്ന് ചുരുക്കം. SIR നടപടികൾ കർശനമാക്കിയപ്പോൾ രേഖകളില്ലാത്ത കുടിയേറ്റക്കാർ കൂട്ടത്തോടെ ബംഗ്ലാദേശിലേക്ക് തിരിച്ചു പോവുകയാണ്. ഇത്രയും കാലം അനധികൃത താമസക്കാരെ കണ്ടില്ലെന്ന് നടിച്ച ഈ ഭരണകൂടം വെറും വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കുകയായിരുന്നു. നമ്മുടെ രാജ്യസുരക്ഷയെ അപകടത്തിലാക്കി, നമ്മുടെ വിഭവങ്ങൾ പാഴാക്കി, ബംഗാളിന്റെ സംസ്കാരത്തെ ചോദ്യം ചെയ്തുകൊണ്ട് ഈ ഭരണകൂടം അനധികൃത കുടിയേറ്റക്കാരെ ഇതുവരെയും സംരക്ഷിച്ചു നിർത്തി. ബംഗാളിലെ യുവാക്കൾക്ക് തൊഴിൽ നിഷേധിക്കപ്പെടുമ്പോൾ, നമ്മുടെ അമ്മമാർ സുരക്ഷയില്ലാതെ ഭയന്ന് ജീവിക്കുമ്പോൾ തൃണമൂൽ നേതാക്കൾ വോട്ട് മാത്രം കണ്ടു. മമതാ ബാനർജിക്കുള്ള പിന്തുണ ഓരോ ദിവസവും ചോർന്നു പോവുകയാണ്. വരുന്ന തെരഞ്ഞെടുപ്പിൽ മമതയുടെ വോട്ടുകൾ കുറയും. തെക്കൻ ബംഗാൾ മേഖലയിൽ ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തി വഴി കടക്കാൻ ശ്രമിക്കുന്ന അനധികൃത കുടിയേറ്റക്കാരായ ബംഗ്ലാദേശികളുടെ എണ്ണം അനുദിനം വർദ്ധിക്കുകയാണ്, പ്രത്യേകിച്ച് SIR നടപ്പാക്കി തുടങ്ങിയതിനു ശേഷം. കഴിഞ്ഞ 2 വർഷത്തെ കണക്ക് വെച്ച് നോക്കുമ്പോൾ നോർത്ത് 24, പർഗൻസാസ്, മാൽഡ ജില്ലകളിൽ നിന്നുള്ള ഈ തിരിച്ചുപോക്കിൽ വലിയ കുതിപ്പാണ് ഉണ്ടായിരിക്കുന്നത്. നേരത്തെ ഇത്തരം തിരിച്ചുപോക്കുകൾ വല്ലപ്പോഴുമേ ഉണ്ടായിരുന്നുള്ളൂ. 2 അക്കത്തിൽ മാത്രമേ തൊടുന്നുള്ളായിരുന്നു. എന്നാൽ എല്ലാ ദിവസവും ഇപ്പോൾ 3 അക്കം കടന്നാണ് ഈ തിരിച്ചുപോക്കുകളുടെ കണക്ക്. ഇങ്ങനെ അതിർത്തി കടക്കുന്ന ആളുകളുടെ പരിശോധനകൾ 2 അതിർത്തിയിലും നടത്തുന്നുണ്ട്. അതിർത്തി കടന്നു പോകുന്നവർക്കാർക്കും കൃത്യമായ പാസ്പോർട്ടുകളോ യാത്രാരേഖകളോ ഒന്നുമില്ല. കൃത്യമായ രേഖകൾ ഇല്ലാത്തവരാണ് അനധികൃതമായി കടക്കാൻ ശ്രമിക്കുന്നത്. പലരും വർഷങ്ങൾക്ക് മുമ്പേ തന്നെ ജീവിക്കാനായി ബംഗാളിൽ എത്തിയവരാണെന്നാണ് പറയുന്നത്. ചിലർ കാലാവധി കഴിഞ്ഞ് താമസിക്കുന്നവരായിരിക്കും. ഇപ്പോൾ SIR നടപ്പാക്കി തുടങ്ങിയപ്പോൾ പിടിക്കപ്പെടുമെന്ന് പേടിച്ച് കടക്കുന്നവരാണ്. നിലവിൽ പോലീസ് പരിശോധന നടക്കുന്നതിനാൽ പേടിയോടെയാണ് ഇവർ കടന്നു കളയുന്നത്. തുടക്കം മുതലേ SIR-നെ എതിർക്കുന്ന രീതിയായിരുന്നു മമതാ ബാനർജിയുടെയും തൃണമൂൽ കോൺഗ്രസിന്റെയും. സത്യം പുറത്തു വരുമെന്ന് കണ്ടപ്പോൾ മമതയും തൃണമൂൽ കോൺഗ്രസും SIR നടപടികൾ നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയെ സമീപിച്ചു. മമത എന്തിനാണ് SIR-നെ പേടിക്കുന്നത് എന്നതിന്റെ തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. മരിച്ചവർ, താമസം മാറിയവർ, ഒന്നിലധികം തവണ പട്ടികയിൽ ഇടം നേടിയിട്ടുള്ളവർ, പൗരന്മാരല്ലാത്തവർ എന്നിവരെല്ലാം നിലവിലുള്ള വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കും. അങ്ങനെ വോട്ടർ പട്ടിക എല്ലാ രീതിയിലും പുനഃക്രമീകരിച്ചും ശുദ്ധീകരിച്ചും പുതിയ പട്ടിക നിലവിൽ വരും. ഇതിൽ പൗരന്മാരല്ലാത്തവരെന്ന് പറയുമ്പോൾ ബംഗ്ലാദേശികളുടെ വോട്ട് മമതയ്ക്ക് ലഭിക്കില്ല. അത് തന്നെയാണ് മമത SIR-നെ എതിർക്കാനുള്ള പ്രധാന കാരണവും. ആർക്കു വേണ്ടിയാണ് അവർ നിലകൊള്ളുന്നത് എന്നത് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. സ്വന്തം കസേരയ്ക്ക് വേണ്ടി മമത രാജ്യ താല്പര്യത്തെ ബലി കൊടുത്തു. വർഷങ്ങളായി വോട്ട് ബാങ്കിനായി രാജ്യസുരക്ഷയെ ഒറ്റിക്കൊടുത്ത ഈ സർക്കാരിനെതിരെ ജനങ്ങൾ തിരിഞ്ഞു കഴിഞ്ഞു. അഴിമതിയും കെടുകാര്യസ്ഥതയും സ്ത്രീ വിഷയത്തിൽ സുരക്ഷയില്ലായ്മയും മമതയ്ക്കുള്ള പിന്തുണ കുറയ്ക്കുന്നതിന്റെ പ്രധാന കാരണങ്ങളാണ്. നേരത്തെ തന്നെ ബംഗാളിലുണ്ടായ കൂട്ട ബലാത്സംഗങ്ങൾ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടു. രാജ്യം മുഴുവൻ അതിന്റെ അലയൊലികൾ അടിച്ചു. ഇതിലെ ഇരകൾക്കെതിരെ മമതാ ബാനർജി നടത്തിയ പരാമർശങ്ങൾ വലിയ വിമർശനത്തിന് വഴിവെച്ചവയായിരുന്നു. വലിയ വലിയ വാഗ്ദാനങ്ങൾ നൽകി അധികാരത്തിൽ വന്ന മമത സംസ്ഥാനത്തിന്റെ വികസന കാര്യത്തിൽ തികഞ്ഞ പരാജയമാണ്. ഗ്രാമങ്ങളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ ഇപ്പോഴും പരിതാപകരമാണ്. വ്യവസായങ്ങൾ ഇല്ലാതായി. ചെറുപ്പക്കാർ തൊഴിലന്വേഷിച്ച് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകേണ്ടി വരുന്നു. ബംഗാളിൽ മമതയ്ക്ക് ഇപ്രാവശ്യം വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിച്ച് വിജയിക്കാനാവില്ല. അതേസമയം ബംഗാളിൽ കൃത്യമായ ആസൂത്രണത്തിലൂടെയാണ് BJP മുന്നോട്ട് പോകുന്നത്. ഇന്ത്യൻ രാഷ്ട്രീയ ഭൂപടത്തിൽ BJP തങ്ങളുടെ ശക്തി കേന്ദ്രം വിപുലീകരിക്കുന്നതിന്റെ വ്യക്തമായ സൂചനകളാണ് നിലവിൽ കാണുന്നത്. ആദ്യപടിയായി ബൂത്ത് കമ്മിറ്റികൾ രൂപീകരിച്ച് സംഘടനയെ അടിത്തട്ടിൽ ശക്തിപ്പെടുത്തുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട്. പ്രാദേശിക വിഷയങ്ങളെ കൂടുതൽ ഫലപ്രദമായി നേരിടാൻ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി തങ്ങളുടെ ഏറ്റവും ശക്തരായ ദേശീയ നേതാക്കളെ മാത്രം വിന്യസിക്കാനാണ് തീരുമാനം. കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന ക്ഷേമ പദ്ധതികളുടെ നേട്ടങ്ങൾ ഓരോ വീട്ടിലും നേരിട്ടെത്തിക്കുന്നതിലൂടെ ഒരു വലിയ വോട്ട് ബാങ്ക് ഉറപ്പിക്കാനാകുന്നുണ്ട്. ബീഹാറിൽ പരീക്ഷിച്ച് വിജയിച്ച ഈ തന്ത്രം ബംഗാളിലും ശക്തമായി പ്രയോഗിക്കപ്പെടുന്നു. പ്രാദേശിക പാർട്ടികൾക്ക് അതിശക്തമായ സ്വാധീനമുള്ള കോട്ടകൾ പിടിച്ചെടുക്കാൻ BJP ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ബൂത്ത് തലത്തിലാണ്. വിവരങ്ങൾ കൃത്യസമയത്ത് സാധാരണക്കാരിലേക്ക് എത്തിക്കുന്നതിലും പ്രാദേശിക വിഷയങ്ങളിൽ പ്രതികരിക്കുന്നതിലും ഡിജിറ്റൽ ലോകത്തെ സ്വാധീനം BJP പൂർണ്ണമായി ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഇതിനിടയിൽ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട നടപടികൾ പുരോഗമിക്കുകയാണ്.
SIR പൂർത്തിയാകുന്നതോടെ തൃണമൂൽ കോൺഗ്രസിന്റെ കൃത്രിമ വോട്ടുകൾ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കാൻ കഴിയുമെന്നാണ് BJP കണക്കുകൂട്ടുന്നത്. ബീഹാറിലെ വിജയതന്ത്രം തന്നെയാണ് പ്രാദേശിക കക്ഷികൾക്ക് ആധിപത്യമുള്ള ബംഗാൾ പോലുള്ള കോട്ടകൾ പിടിച്ചെടുക്കാൻ BJPക്ക് ആത്മവിശ്വാസം നൽകുന്നത്.